കാനഡയിലെ ഇമിഗ്രേഷൻ വിഭാഗമായ IRCC പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്റ്റുഡന്റ് വിസയിൽ എത്തുന്ന വിദ്യാർത്ഥികൾ കൃത്യമായ രീതിയിൽ പഠനം നടത്തുന്നില്ലെന്നും ജോലിയിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്നുമാണ് പരാതികൾ. ഈ പരാതികൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമിഗ്രേഷൻ വിഭാഗം ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാനഡയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഇടയ്ക്ക് തങ്ങൾക്ക് വരുന്ന ഇമെയിൽ പരിശോധിക്കണം. ഇനി ഇമെയിലിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഈ ഇമെയിലിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് നിങ്ങൾ ആ കോളേജിൽ ഇപ്പോഴും പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിന് മറുപടി നൽകുമ്പോൾ കോളേജിൽ നിന്നുള്ള എൻറോൾമെന്റ് ലെറ്റർ ഹാജരാക്കണം. അതായത് നിങ്ങൾ ഈ സെമസ്റ്ററിലും അവിടെ പഠിക്കുന്നുണ്ട് എന്ന് കോളേജ് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്ന കത്ത് അധികൃതർക്ക് നൽകണം. അതോടൊപ്പം നിങ്ങളുടെ പഴയ മാർക്ക് ലിസ്റ്റും ഇതിനോടൊപ്പം ഹാജരാക്കേണ്ടി വരും. നിങ്ങൾ മറ്റൊരു കോളേജിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളും കൃത്യമായി നൽകിയിരിക്കണം. ഈ കത്തിന് മറുപടി നൽകാൻ 21 ദിവസമാണ് ഓരോ വ്യക്തിക്കും ലഭിക്കുക. ഈ 21 ദിവസത്തിനുള്ളിൽ രേഖകൾ നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് വിസ തനിയെ റദ്ദാക്കപ്പെടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിസ ക്യാൻസൽ ആയാൽ പിന്നെ കാനഡയിൽ തുടരുന്നത് നിയമവിരുദ്ധമായി മാറും.